എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുർത്തി. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താൽ. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് റെഡിയാവാൻ പോവാം. ഇന്ന് ഞാൻ ഓഫീസിലോട്ട് പോവാണ്. സോ ടുഡേ ഐ ഹാവ് ചോസൺ ദിസ് കുർത്തി. നല്ല ഫുൾ കുർത്തി വിത്ത് വൈറ്റ് പാൻറ്റ്. സർ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നില്ല. ഇത് എയർ ബ്രഷാണ്. നമുക്കിത് വെച്ചിട്ട് ഡ്രൈ ചെയ്യാം. കുളിച്ച് ഇറങ്ങി ഈ ലുക്ക് നമ്മൾ ഇതിലിങ്ങനെ ഉണക്കിയെടുക്കാനൊക്കെ പാടായിരിക്കുമോ. ഇത് യൂസ് ചെയ്തിട്ട് ഈസിയായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഹീറ്റ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊള്ളുന്ന പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവില്ല. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് എ ബ്രഷ്, യു കെൻ യൂസ് ഇറ്റ് ലൈക്ക് ദിസ്. പൊള്ളത്തില്ല. ഇതിൽ 3 സെറ്റിങ്സ് ഉണ്ട്. ഹീറ്റ് ഭയങ്കര കൂടുതലും കാറ്റ് കുറവും, പിന്നെ ഹീറ്റ് കുറവും കാറ്റ് കൂടുതലും, പിന്നെ ഒരെണ്ണം മീഡിയം ഹീറ്റും മീഡിയം കാറ്റും. സോ അങ്ങനെ 3 സെറ്റിങ്സാണ് ഇതിലുള്ളത്. അപ്പോൾ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, സമയത്തിൽ ലേറ്റായി. സ്പീഡും കാറ്റും രണ്ടും കൂട്ടിയിട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഹെയർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. ബൾക്കായിട്ട് ഒത്തിരി മുടി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ച് കുറവായിരിക്കും. സോ ഞാൻ ആദ്യം 1 സൈഡ് ഫുൾ ചെയ്യാം. ഫൈനൽ റിസൾട്ട്. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനത്തെ ചെറിയ വേവി ആക്കി എടുക്കാൻ ഹെയർ. ഇത് മാത്രമല്ലാണ്ട് യു ക്യാൻ ഓൾസോ voluminize your hair with this. That is what they have mentioned in that box. But I'd say not ഭയങ്കര വോള്യൂം ഒന്നും ആയിട്ട് മാറത്തില്ല. ഹെയർ ഒന്ന് പഫിയായി ഒന്ന് ഇച്ചിരി ഒന്ന് വോള്യൂം ഉള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, അത്രയ്ക്കില്ല. മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം മുടി ഉണക്കാം. അതും നമുക്ക് എന്താ പറയുക പൊള്ളുന്ന ഒരു റിസ്ക് കുറയ്ക്കാം. പിന്നെ എന്താ പറയുക കുറച്ച് എന്താ പറയുക ഒരു സ്മൂത്ത് സ്ട്രെയിറ്റ് ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും. ചെറുതായിട്ട് ഫ്രിസിനെസ് ഒക്കെ ഇച്ചിരി മാറും. ആണ് മേജർ അഡ്വാൻറ്റേജസ് ഇതിൻ്റെ. എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ. എൻ്റെ മുടിയിൽ പൊതുവെ കുറിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ നല്ല ലേറ്റ് ആവും. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. സൺസ്ക്രീൻ മസ്റ്റാണ്. പുറത്ത് ചെറിയ നല്ല വില, ചെറിയ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ നാട്ടിലും ചൂട് കൂടുതലാണ്, നല്ല ചൂടുണ്ട് നാട്ടിൽ. അതിനാണ് പറഞ്ഞപ്പോൾ എനിക്ക് ചെന്നൈനേക്കാളും ചൂട് കൂടുതൽ നാട്ടിൽ. പ്രൈമർ ഞാൻ നോർമലി അങ്ങനെ പ്രൈമർ അധികം യൂസ് ചെയ്യാറില്ല. സോ ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വേഗം തീർന്നു പോകും. പക്ഷെ ഇത് ഫുള്ളാണ്. തീരെ മുന്നേ കുറച്ചെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ പ്രൈമർ നല്ലതാണ്. പ്രൈമർ നല്ലൊരു ഫിനിഷ് തരും. ഫൗണ്ടേഷൻ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ആണ് പ്രോഡക്ട്സ്. എനിക്കിഷ്ടമാണ് പ്രോഡക്ട്സാണ്. നോർമലി ഞാനങ്ങനെ അധികം എന്താ പറയുക ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കൺസീലർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, സമയം കുറവാണ്. ഓൾറെഡി ഞാൻ നല്ല ലേറ്റാണ്. എനിക്ക് നോർമലി കോള് വരുമ്പോഴത്തേനും ഞാനിവിടെ എഴുതിക്കാറേ ഉള്ളൂ. ക്യാബണ്ണനും ഞാനും ഇച്ചിരി ആ കാര്യത്തിൽ എപ്പോഴും തർക്കത്തിലാണ്. മിറർ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ 2. സോ ഞാൻ എൻ്റെ ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്
ഐഷാഡോ എന്തായി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു ബേസ് കളർ, ഒരു സ്കിൻ കളർ ഞാൻ ബേസിലിടും. ഈ കളർ ഐ ഡോണ്ട് നോ എത്ര പേര് ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐഷാഡോയിലെ ബ്ലാക്ക് കളർ ഞാൻ എൻ്റെ ഐബ്രോസിലും യൂസ് ചെയ്യും. ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് വെരി സാറ്റിസ്ഫൈങ്. പിന്നെ എൻ്റെ കയ്യിൽ ആ മറ്റേ ഒരു പൗഡർ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതില്ല. അതിന് പകരം ഞാൻ കണ്ടെത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇറ്റ് വർക്ക്സ് റിയലി വെൽ ആക്ച്വലി. ഉണ്ടോ? ബ്രഷിനേക്കാൾ എനിക്ക് ഇത് സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മേക്ക് ഷുവർ ടു സ്റ്റാർട്ട് ഫ്രം ദി എൻഡ് കോർണർ. ബിക്കോസ് ഇവിടെ ഇച്ചിരി ബ്ലാക്ക് കൂടുതലായാലും കുഴപ്പമില്ല. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു കളർ മനസ്സിലാവും. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലൈറ്റ് ആവും. യൂസ്ഡായി, അതായത് പൗഡർ തീർന്ന് ഫ്രണ്ടിലോട്ട് വരുന്നത് കറക്റ്റായിരിക്കും. ഞാൻ ഔട്ടർ ലെയറിൽ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഇന്നർ ലെയറിലും ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ്. I cannot do this. കണ്ണാടി ഐലൈനർ ഇട്ടു. ഇനി ലിപ്സ്റ്റിക്ക്. എല്ലാവർക്കും ഒരു ടൈമിലൊരു ഗോ ടു ലിപ്സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ. എൻ്റെ ഇപ്പോഴത്തെ ഗോ ടു ലിപ്സ്റ്റിക്കാണിത്. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇത് അത്ര നല്ല ബ്രാൻഡാണ്, കൊള്ളത്തില്ല. പക്ഷേ ദിസ് ഷെയ്ഡ് ഐ ലൈക്ക് ദിസ് ഷെയ്ഡ് വെരി മച്ച്. അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റുന്നു. ഇത് തീരുന്ന വരെ ഞാൻ ഉപയോഗിക്കും. രാവിലെ ഇടുമ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കാരണം ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റെസ്റ്റ് റൂമിൽ പോയി ഒന്ന് ടച്ചപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ ഇടുന്നത് അങ്ങനെയൊന്നും ചെയ്യാറില്ല നോർമലി. അപ്പോൾ പിന്നെ രാത്രി വരെ 11 മണി വരെ ഇത് ലാസ്റ്റ് ചെയ്യണം. കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട്. ശരിക്കും നമ്മൾ ഓൾറെഡി ഹെയർ ചെയ്തതാണ്, പിന്നെയും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടെ. ഞാൻ മോസ്റ്റ്ലി ഓഫീസിലോട്ട് ലൂസ് ഹെയർ അല്ലെങ്കിൽ ഈ 2 ഹെയർ സ്റ്റൈലാണ് എൻ്റെ മെയിൻ. ഈ ഇടയായിട്ട് ലൂസ് ഹെയറാണ് ഇപ്പോൾ ഇടാറ്. ഈ ബാഗ് തന്നെ ഞാൻ ഓഫീസിലോട്ട് എടുക്കുക. ഇതെനിക്ക് ശരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. കുറച്ച് നാൾ മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. എന്നാണ് എൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. ഇതിലെല്ലാ സാധനങ്ങളും എൻ്റെ ലാപ്ടോപ്പ് പിന്നെ അങ്ങനെ എന്ത് സാധനം ഓഫീസിലോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരുടെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ ഫോർ എ വെരി ലോങ് ടൈം എനിക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാനിത് വാങ്ങിച്ചാൽ യൂസ് ചെയ്യുമോ, എനിക്കത് ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിക്കോസ് ഞാനങ്ങനെ നോർമലി ഇങ്ങനത്തെ ടൈപ്പ് ബാഗൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇതെനിക്ക് റീസെൻ്റായിട്ട് ഒരാഗ്രഹം വാങ്ങിയാലോ. പക്ഷെ 5 രൂപ ഞാൻ യൂസ് ചെയ്യാണ്ട് കബഡിൽ തന്നെ വെക്കാനാണെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് മണി അല്ലേ. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷം വേണ്ട, വെറുതെ വാങ്ങി അവിടെ തന്നെ ഒരു സൈഡിൽ വെക്കാനാണെങ്കിൽ വാങ്ങണ്ട, പൈസ വേസ്റ്റ് ആക്കണ്ട എന്നൊക്കെ വിചാരിച്ച് വേണ്ടെന്ന് വെച്ചു. അപ്പോഴാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈ ബാഗ് എത്തുന്നത്. ഐ തിങ്ക് ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ലോട്ട് മോർ ദാൻ ഐ തിങ്ക്. ബട്ട് ഇന്നാണ് ഫസ്റ്റ് ഡേ. ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നു. ഞാനില്ലാതെ ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ആക്കട്ടെ. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ് ലാപ്ടോപ്പ് ഫിറ്റ് ചെയ്യും, എന്നാലും കാണിക്കാം. സോ ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്, അത് ചെയ്യാം. ദിസ് ഇസ് മൈ ഓഫീസ് ലാപ്ടോപ്പ്.
നല്ല സ്പേഷ്യസ് ആണ്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ വെക്കാം, ഒക്കെയുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇതധികം കാണിക്കാൻ പറ്റിയൊരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ എല്ലാം ഇങ്ങനെ ചരിച്ച് വെച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രോപ്പർ ടേബിളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വെച്ച് കാണിച്ചിരുന്നു, പക്ഷേ ടേബിൾ ഇല്ല ഇവിടെ. അതുകൊണ്ടിട്ട് തൽക്കാലം ഇങ്ങനെ കണ്ടോളൂ. ഇനി ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ, എല്ലാം കാണിക്കാൻ പറ്റില്ല. മസ്റ്റായിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഹാബിറ്റ് തുടങ്ങിയത്. അതിന് മുന്നേ എനിക്ക് റിങ്സ് വേറെ ഹാബിറ്റൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗോൾഡാണെന്ന് തോന്നും കണ്ടാൽ, പക്ഷെ ഇത് ഗോൾഡല്ല. എന്നെ ക്യാബ് ഡ്രൈവർ ഓൾറെഡി എന്നെ വിളിച്ചായിരുന്നു. സോ പുള്ളി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പിക്കപ്പ് എടുത്ത്, ഞാൻ സെക്കൻഡ് പിക്കപ്പാണ്. ഫസ്റ്റ് പിക്കപ്പ് എടുത്ത് കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിക്കുമ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക്, ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ ഹോം പിക്കപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോം പിക്കപ്പ് ഇല്ല. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ പിക്കപ്പ് പോയിൻ്റ് ഉണ്ടാവും. അവിടെ വരെ നമ്മൾ നടന്നു പോകണം. അവിടെ നിന്ന് പിക്കപ്പ് എടുക്കുള്ളൂ. പക്ഷേ ഡ്രോപ്പ് ഒബ്വിയസ്ലി ബിക്കോസ് നൈറ്റാണ്, എല്ലാവരെയും വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് എനിക്ക് പരിചയമുള്ളൊരു അണ്ണനാണ് വരുന്നത്. എപ്പോഴും പുള്ളി വരുന്ന കാരണം ഞങ്ങളങ്ങനെ ഫ്രണ്ട്സായി. അപ്പോൾ പുള്ളീനോട് കുറച്ച് ഉള്ളിലോട്ട് വരാൻ പറഞ്ഞാൽ പുള്ളി വരും. നമ്മൾ കുറച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി. ഇതല്ലാണ്ട് ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റൈസ് എനിക്ക് പാക്ക് ചെയ്യണം. റൈസ് കൂടി എടുക്കട്ടെ, മറന്നുപോയി. എന്നിട്ട് കുറേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ട് അത് ഇച്ചിരി ഹെവിയാണ് തോന്നുന്നത്. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കാണാൻ
have the issue.